Hi, welcome to MITCOM NCERT Chemistry Class Plus 2 Chemical Kinetics ചാപ്റ്ററിന്റെ മറ്റൊരു ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ ആണ് കണ്ടത്. കുറെ ഇക്വേഷൻ വന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തതിനു ശേഷം ഇതിന്റെ ബാക്കി പാർട്ടിലേക്ക് പോകും. അതായത് നമ്മൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്തു, റിയാക്ടന്റ് പ്രൊഡക്റ്റായി മാറുന്നു. അതായത് റേറ്റ് എന്ന് പറയുന്ന റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു റിയാക്ടന്റ് കോൺസെൻട്രേഷൻ റേസ് ടു 1 ആയിരിക്കും. ഡിഫറൻഷ്യൽ ഫോമുല എഴുതിയാൽ മൈനസ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു കെ ഇൻറ്റു ആർ എന്ന് കിട്ടും. ആ ഒരു ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല ഫോമുല എഴുതാം. അതായത് ലോഗരിതം എന്ന് പറയുന്ന ലോഗരിതം ടു ദ ബേസ് സി, ദറ്റ് ഈസ് കോൾഡ് എൽ എൻ ഇ ടു ദ ബേസ് സി, ലോഗരിതം ടു ദ ബേസ് 10 ലോഗ് ഫോം. ഈ രണ്ട് ഫോമുല നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് കെ ഇസ് ഈക്വൽ ടു 1 ബൈ ടി എൽ എൻ ആർ സീറോ ഡിവൈഡ് ബൈ ആർ. എന്താണ് ആർ സീറോ? ആർ സീറോ എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, ആർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അറ്റ് ടൈം ടി. അതായത് ടൈം ടിയിൽ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ഇപ്പൊ എത്രയുണ്ട്, അതാണ് ആർ എന്ന് പറയുന്നത്. ആർ സീറോ എന്ന് പറയുന്ന റിയാക്ടന്റെ കോൺസെൻട്രേഷൻ ആർ ആയിട്ട് മാറാനായിട്ട് എടുത്ത ടൈമാണ് ടി എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. Then R is equal to R0 into e raised to minus kt. ഇതിൽ എന്ത് മനസ്സിലാക്കാം? ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, R0 is initial concentration of reactant, e raised to minus kt. That means എക്സ്പൊണൻഷ്യൽ ആയിട്ട് റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുറയുന്നത് മനസ്സിലാക്കുന്നത്? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ ദർ ഈസ് ആൻ എക്സ്പൊണൻഷ്യൽ ഡീകേ ഇൻ ദി റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. എക്സ്പൊണൻഷ്യൽ ഡീകേ ഇൻ ദി റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. ദെൻ ഈ പറയപ്പെടുന്ന ലോഗരിതം ടു ദ ബേസ് സിയെ നാച്ചുറൽ ലോഗരിതത്തിലേക്ക് മാറ്റാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതുപോലെ കെ ടി ഡിവൈഡ് ബൈ 2.303, കെ ടി അങ്ങോട്ട് കൊണ്ട് 2.303 ലോഗ് ആർ സീറോ ബൈ ആർ ഈക്വൽ ടു കെ ടി അപ്പം 2.303. ദ സെയിം വേ കെ ടി ഈക്വൽ ടു എൽ എൻ ആർ സീറോ ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ രണ്ട് ഡിഫറെന്റ് ടൈം ഇന്റർവെൽസ് നോക്കുന്നു. അതായത് T1 എന്ന് പറയുന്ന ടൈമിൽ റിയാക്ടന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, T2 എന്ന് പറയുന്നത് റിയാക്ടന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, അത് രണ്ടും നമ്മൾ ഈ ഒരു ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേ? നമ്മൾ ചെയ്തത് കെ ടി ഈക്വൽ ടു എൽ എൻ ആർ സീറോ ഡിവൈഡ് ബൈ ആറിനെ എൽ എൻ എ ബൈ ബി എ എൽ എൻ എ മൈനസ് എൽ എൻ ബി ഫോമിൽ എഴുതി. ദറ്റ് ഈസ് എൽ എൻ ആർ സീറോ മൈനസ് എൽ എൻ ആർ ഫോമിൽ എഴുതി. ഈ ഫോമിൽ എഴുതിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, സോ അപ്പം നമുക്ക് ഡിഫറെന്റ് ഇക്വേഷൻ ഉണ്ട്. ഇതെല്ലാം എക്സാമിന് പഠിക്കണം ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം ആ ഒരു 1 അല്ലെങ്കിൽ 2 ഇക്വേഷൻ പഠിക്കാം. പിന്നെ അവിടെ നമ്മൾ ചെയ്ത കാര്യം, തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഏതൊക്കെ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമിലുണ്ടെന്ന് നോക്കി. അതിനകത്ത് വേരിയബിൾ കണ്ടു. വേരിയബിൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ലീനിയർ ഇക്വേഷൻ നമുക്ക് കിട്ടും. അതിൽ നിന്ന് സ്ലോപ്പും ഇന്റർസെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ നോക്കിയ കെ ടി ഈക്വൽ ടു എൽ എൻ ആർ സീറോ ബൈ ആർ, ഇവിടെ സിയുടെ വാല്യൂ ഇല്ല. ഇപ്പൊ എന്താ, പാസ് ത്രൂ ഒറിജിൻ ആയിരിക്കും. ടൈം വേഴ്സസ് എൽ എൻ ആർ സീറോ ബൈ ആർ വെക്കുമ്പോൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആയിരിക്കും. ഇവിടെ ലോഗരിതം ഓഫ് ആർ സീറോ ബൈ ആർ വേഴ്സസ് ടൈം വെക്കുമ്പോൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആയിരിക്കും. പക്ഷെ ഈ ഒരു ഇക്വേഷൻ എടുക്കുന്നത് കെ ടി ഈക്വൽ ടു എൽ എൻ ആർ സീറോ മൈനസ് ആർ, അതായത് എൽ എൻ ആറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി എന്ത് കിട്ടും? എൽ എൻ ആർ ഈസ് ഈക്വൽ ടു എൽ എൻ ആർ സീറോ മൈനസ് കെ ടി എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്താൽ എൽ എൻ ആർ വേഴ്സസ് ടി വരച്ച y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഫോമിലാണ്. സ്ലോപ്പ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള കർവ് കിട്ടും. ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന എൽ എൻ ആർ. ഈ തന്നിരിക്കുന്ന ഡിഫറെന്റ് ഇക്വേഷനിൽ നിന്ന് ഡിഫറെന്റ് ഗ്രാഫുകൾ നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. ആ ഇക്വേഷൻ വെച്ചിട്ട് ബാക്കിയുള്ള ഇക്വേഷനെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതലായിട്ട് നമ്മൾ ഒന്നും ഉപയോഗിച്ചില്ല. ആകെ ഉപയോഗിച്ചത് എൽ എൻ എ ബൈ ബി ഈക്വൽ ടു എൽ എൻ എ മൈനസ് എൽ എൻ ബി ആണ്. അല്ലെ എൽ എൻ എ ബൈ ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എൽ എൻ ബി ബൈ എ ആണ്. പിന്നെ നമ്മൾ നോക്കിയത് നാച്ചുറൽ ലോഗരിതം ടു ദ ബേസ് സിയിൽ നിന്ന് ലോഗരിതം ടു ദ ബേസ് 10ലേക്ക് മാറാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ വളരെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കിയത്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യൂഷ്വലി നമ്മളൊരു ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന റിയാക്ടറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ ഗ്യാസിന്റെ കേസിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷനെ റീപ്ലേസ് ചെയ്ത് ഉപയോഗിക്കുന്ന ടൈം എന്ന് പറയുന്നത് പ്രഷറാണ്. നമ്മളത് ഓൾറെഡി സൊല്യൂഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം പ്രഷർ ആയിരിക്കും എന്ത് ഗ്യാസിന്റെ കേസിലെ സിഗ്നിഫിക്കന്റ് ഫാക്ടർ. കാരണം എന്താണ്, ഗേഷ്യസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആർ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ ആണ്. ഈ മോളിക്യൂൾ വിൽ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആസ് വെൽ ആസ് കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. വെൻ ഇറ്റ് ഈസ് കൊളൈഡിംഗ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി എക്സേർട്ടിംഗ് സം ഫോഴ്സ്. ആ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്തിന് കാരണമാവുന്നത്? പ്രഷറിന് കാരണമാവുന്നത്.
സോ അതുകൊണ്ട് നമ്മൾ അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? പ്രഷറാണ് ഉപയോഗിക്കുന്നത്. സോ പ്രഷർ അപ്പൊ നമുക്ക് എന്താണ് ഒരു ഗേഷ്യസ് സിസ്റ്റത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻസിനെ നമ്മൾ പ്രഷറിന്റെ ടേംസിലേക്ക് റീപ്ലേസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ എ എന്ന് പറയുന്ന റിയാക്ടന്റ് ബിയും സിയുമായി മാറുവാണെന്ന് വിചാരിക്കാം. സോ എ എന്ന് പറയുന്ന റിയാക്ടന്റ് ആണ്, ബിയും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, സിയും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഡാൾട്ടൺ ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അനുസരിച്ചിട്ട് ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പാർഷ്യൽ പ്രഷറുകളുടെ സം ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പി ടോട്ടൽ എടുത്താൽ പി ടോട്ടൽ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് ബി പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് സി ആയിരിക്കും. ദെൻ എന്താണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്? ടോട്ടൽ പ്രഷറിലേക്കുള്ള ആ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളിന്റെ കോൺട്രിബ്യൂഷൻ എന്താണോ അതിനെയാണ് ഇതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ ഈ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്ത് എ ഈക്വൽ ടു ബി പ്ലസ് സി ആണെങ്കിൽ ടൈം 0 ആകുമ്പോൾ എന്തേ ഉള്ളൂ? റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനകത്ത് ഇനിഷ്യൽ പ്രഷർ പി ഐ, ഇനിഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പി ഐ ആണ്. ഇനിഷ്യൽ പ്രഷർ പി ഐ എന്ന് മാത്രമേ കാണുള്ളൂ. ബി പ്രഷർ ഇൻസേർട്ട് ചെയ്യില്ല, സി എം പ്രഷർ ഇൻസേർട്ട് ചെയ്യില്ല. ബട്ട് നമ്മൾ ടൈം ടി എടുക്കുമ്പോൾ എയിൽ നിന്ന് എക്സ് മോളിക്യൂൾസ് ഓഫ് അല്ലെങ്കിൽ എന്താണ് ബി എന്ന് പറയുന്നത് എക്സ് എമൗണ്ട് ഓഫ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി സി എം എക്സ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താണ്? 1 മോൾ ഓഫ് ബിയും 1 മോൾ ഓഫ് സിയും ആണ്. അപ്പൊ എക്സ് എമൗണ്ട് ഓഫ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ദാറ്റ് എമൗണ്ട് ഓഫ് പ്രഷർ വിൽ ബി റെഡ്യൂസ്ഡ് ഫ്രം എ. കാരണം എന്താണ്? പ്രഷറിന്റെ കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ്. എ കൺവേർട്ട് ചെയ്താണ് ബിയും സിയും ഉണ്ടാവുന്നത്. അപ്പം എക്സ് മോളിക്യൂൾ ഓഫ് അല്ലെ എക്സ് അറ്റ്മോസ്ഫിയർ ഓഫ് പ്രഷർ ജനറേറ്റ് ചെയ്യാനുള്ള ബിയും സിയും ഉണ്ടായെങ്കിൽ അത്രത്തോളം പ്രഷറിന് കാരണമായ എയിൽ കുറവ് സംഭവിക്കണം. സോ എയുടെ പ്രഷർ എന്ന് പറയുന്നത് പി ഐ മൈനസ് എക്സിലേക്ക് റെഡ്യൂസ് ചെയ്യപ്പെടും. നമുക്കറിയാം ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ഓഫ് എ പ്ലസ് പ്രഷർ ഓഫ് ബി പ്ലസ് പ്രഷർ ഓഫ് സി ആണെങ്കിൽ ആ ടൈം ടിയിൽ നമുക്ക് ഇത് കൂട്ടി എന്ത് കിട്ടും? പി ഐ മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്, മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആയി യു വിൽ ഗെറ്റ് പി ഐ പ്ലസ് എക്സ് എന്ന് കിട്ടും. സോ അങ്ങനെയാണ് എങ്കിൽ എക്സ് വിൽ ബി ഈക്വൽ ടു പി ടോട്ടൽ മൈനസ് പി ഐ. എക്സ് വിൽ ബി ഈക്വൽ ടു പി ടോട്ടൽ മൈനസ് പി. എന്താണ് എ? പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് എക്സ്. എന്താണ് എക്സ്? പി ടി മൈനസ് പി ഐ. That is equal to PT minus PI. So we can write it as this is equal to PI minus PT minus PI. So this will be equal to PI minus PI. So this is PT minus PI. PI minus PT minus of minus plus PI. That is equal to 2PI minus PT. Note പറയാം. ഇവിടെ നോക്കിക്കേ, ടൈം 0യിൽ എ മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പി ഐ ആണ് എങ്കിൽ ഇതിനെന്ത് സംഭവിച്ചു? റിയാക്ഷൻ നടന്ന് എക്സ് അറ്റ്മോസ്ഫിയർ ഓഫ് പ്രഷർ ബിയും സിയും ജനറേറ്റ് ചെയ്താൽ ദാറ്റ് മച്ച് പ്രഷർ ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ഫ്രം എ. അപ്പോൾ അത് പി ഐ മൈനസ് എക്സ് ആയി. ടോട്ടൽ പ്രഷർ എന്താണ്? ഡാൾട്ടൺ ലോ അനുസരിച്ച് പി എ പ്ലസ് പി ബി പ്ലസ് പി സി ആണെങ്കിൽ ഇത് മൂന്നൂടെ കൂട്ടുമ്പോൾ പി ഐ മൈനസ് എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ്, മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ആയി യു വിൽ ഗെറ്റ് പി ഐ പ്ലസ് എക്സ് എന്ന് കിട്ടി. അപ്പൊ അതിൽ നിന്ന് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കിട്ടും എക്സ് ഇസ് ഈക്വൽ ടു പി ടി മൈനസ് പി ഐ. എന്താണ് പി ഐ? പി ഐ ഈസ് പി ഐ മൈനസ് എക്സ്. പി ഐ എന്ന് പറയുന്നത് പി ഐ മൈനസ് എക്സ്. എക്സിന്റെ വാല്യൂ പി ടി മൈനസ് പി ഐ. സോ പി ഐ മൈനസ് പി ടി മൈനസ് പി ഐ. സോ ദിസ് ഇസ് ഈക്വൽ ടു പി ഐ മൈനസ് പി ടി മൈനസ് ഓഫ് മൈനസ് പി ഐ, ദറ്റ് ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് പി ടി മൈനസ് ഓഫ് മൈനസ് പി ഐ ഈക്വൽ ടു പ്ലസ് പി ഐ. This is equal to 2pi minus pt. 2pi minus pt എന്ന് കിട്ടി. നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? K is equal to 2.303 divided by t into logarithm of R0 divided by R. R0 divided by R. പ്രഷറിന്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ ഇനിഷ്യൽ പ്രഷർ ഓഫ് റിയാക്ടന്റ് divided by final pressure of the reactant. That is equal to 2.303 divided by t into logarithm of initial pressure of the reactor എന്ന് പറയുന്നത് PI, final pressure of the reactor എന്ന് പറയുന്നത് എന്തുവാണ്? That is equal to PA. So that is equal to 2.303 divided by t
divided by t into logarithm of pi divided by 2pi minus pt. ഇതായിരിക്കും നമ്മളോട് ഉപയോഗിക്കുന്നത്. എന്താണ് കാരണം? മറ്റേ ഇക്വേഷൻ നമ്മൾ ലിക്വിഡ് സിസ്റ്റത്തിലും സോളിഡ് സിസ്റ്റത്തിലും ഉപയോഗിക്കാം. ഗേഷ്യസ് സിസ്റ്റത്തിൽ നമ്മൾ പ്രഷറാണ് കോൺസെൻട്രേഷന് പകരം ഉപയോഗിക്കേണ്ടത്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് റിയാക്ടന്റ് പ്രഷറിന് ഈക്വൽ ആയിരിക്കും. റിയാക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് കുറച്ച് എമൗണ്ട് ഓഫ് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറി. സോ പ്രൊഡക്റ്റ് മൂലമുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യും, റിയാക്ടന്റ് മൂലമുള്ള പ്രഷർ കറസ്പോണ്ടിങ് ആയിട്ട് ഡിക്രീസ് ചെയ്യും. അപ്പൊ എന്താണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിവൈഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എന്ന് പറയുന്നതിന് പകരം ഇനിഷ്യൽ പ്രഷർ ഓഫ് ദ റിയാക്ടന്റ് ഡിവൈഡ് ബൈ ദ പ്രഷർ ഓഫ് ദി റിയാക്ടന്റ് ആഫ്റ്റർ ടൈം ടി എന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടത്. സോ ഈ ഒരു എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, please like to this particular video, share with your friends. Keep watching, keep learning. Thanks for watching.